കുടിക്കടാ എന്ന് പറഞ്ഞു കൂടെ പഠിക്കുന്നവർ നിന്റെ കൂടെ കൊണ്ടുവരും തരും ചെറുപ്പക്കാരാ. അല്ലാഹുവേ ഇത് ഹറാമാണ്, കുടിക്കാൻ പാടില്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും കുടിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് വേണ്ടത്. പെങ്ങളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഓടി വന്ന് കയ്യിൽ പിടിക്കുകയാ, ഒരാൺകുട്ടി വന്ന് പിടിക്കുകയാ, പറയണം എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാണ്, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്, എന്റെ ശരീരത്ത് തൊടാൻ പാടില്ല. ആര് പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും അത് പറയുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ഖുർആൻ ഇവിടെന്ന് പറയുകയാ രണ്ട് സ്വർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളാണ് ആദ്യം നന്നാകേണ്ടത്. നമ്മൾ നന്നായാ നമ്മുടെ മക്കള് നന്നാകുമടോ, നമ്മുടെ ഭാര്യ നന്നാകുമടോ, നമ്മുടെ മക്കള് നന്നാകുമടോ, നമ്മുടെ വീട് നന്നാകുമടോ. പെങ്ങളെ നിങ്ങളോട് വാശിയും വൈരാഗ്യമൊന്നുമില്ല പെങ്ങള്. പ്രസംഗിക്കുന്ന ഉസ്താദന്മാര് നിങ്ങളെ കുറ്റം പറയുന്നു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. പെണ്ണേ നീ നന്നായാ നിന്റെ മക്കള് നന്നാകും. പെണ്ണേ നീ നന്നായ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാവും, കുടുംബം നന്നാകും, നാട് നന്നാകും. പടച്ചവരെ ലോകം വരെ നന്നാകാനത് കാരണമാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. പടച്ചവനെ നമ്മുടെ വാപ്പ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് പേടിയുള്ളത്. വീടി വലിക്കാൻ പേടിയായിരുന്നടോ. പടച്ചവനെ എന്തെങ്കിലും തെറ്റു ചെയ്യുമ്പോ എന്തിനാ മുണ്ടും മടക്കി കുത്തി പ്രായമുള്ളവരുടെ മുമ്പിലൂടെ നടക്കാ പേടിയായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ളവര് പോകട്ടെ, മാതാപിതാക്കള് പോകട്ടെ, ഉസ്താദന്മാര് പോകട്ടെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ പോലും നമ്മൾ മറന്നു നടക്കുകയാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയുന്നു, വാപ്പമാരോട് പറയുന്നു, പിഞ്ചുമക്കളോട് അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. ഒരു വാപ്പയുടെ കടമയാ മക്കളോട് വാപ്പയ്ക്കുള്ള കടമകളിൽപ്പെട്ട ഒരു കടമയാണ്. മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മുത്തുനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് വാപ്പയുടെ കടമയാണ്, ഇത് ഉമ്മയുടെ കടമയാണ്. അതുകൊണ്ട് മുസ്ലിമേ മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു.